മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ഇത് രണ്ടാം തവണയാണ് വീണയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SFIO കൈമാറിയ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യൽ. മൊഴികൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ഇഡി പരിശോധിക്കുന്നുണ്ട്. കെ പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ SFIO കുറ്റപത്രത്തിലുള്ള 134ഓളം അനുബന്ധ രേഖകളാണ് ഇപ്പോൾ ഇഡി അതുമായി ബന്ധപ്പെട്ട് അതും കൂടി മുന്നിൽ വച്ചാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം നിർണായകമാണ്? ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മായ കേസിൽ ഇത് രണ്ടാം തവണയാണ് വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം 29-ാം തീയതി ഹാജരാകാനുള്ള നിർദ്ദേശം വീണയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ അന്നൊരു അസൗകര്യമുണ്ടെന്ന് വീണ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ നേരിട്ട് വീണ എത്തി ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത്. രാവിലെ 9:30-ക്കാണ് വീണ ED ഓഫീസിലെത്തിയത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചാൽ ഇന്ന് ചോദ്യം ചെയ്തും വീണയെ വിട്ടയക്കും. അതിനുശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CMR ഉദ്യോഗസ്ഥരും മറ്റ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ അതിൻ്റെ ഡയറക്ടർമാർ ഉൾപ്പെടെ നൽകിയ ചില കാര്യങ്ങളുണ്ട്, അവരുടെ മൊഴികളുണ്ട്. ആ മൊഴികൾ വീണയുടെ മൊഴികളുമായി താരതമ്യം ചെയ്ത് നോക്കിയ ശേഷമാണ് ഈ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. ആദ്യം നൽകിയ വിവരങ്ങളിൽ ചില അവ്യക്തതകളുണ്ട് എന്ന് തന്നെയാണ് ED പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയും ഒപ്പം തന്നെ ഈ മൊഴികളെല്ലാം ഒന്നിച്ച് പരിശോധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ്. കാരണം അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ആ വിവരങ്ങളെല്ലാം തന്നെ വീണയോട് ചോദിച്ചറിയുക, അതിന് കൂടുതൽ വ്യക്തത വരുത്തുക എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഏത് തരത്തിൽ വേണം എന്നുള്ളത് പ്രധാനമായും അന്വേഷിക്കുക. ഒപ്പം തന്നെ SFIO പിടിച്ചെടുത്ത രേഖകളുണ്ട്. ആ രേഖകൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഇന്നലെ കൈമാറിയിരുന്നു. സ്വാഭാവികമായും അതിനു മുൻപ് തന്നെ ആദ്യഘട്ടത്തിൽ, അതായത് SFIO രജിസ്റ്റർ ചെയ്ത കേസിന്റെ രേഖകളും ഒപ്പം തന്നെ കുറ്റപത്രം ഉൾപ്പെടെയുള്ളവ ആദ്യഘട്ടത്തിൽ നൽകുകയും പിന്നീട് ഈ നേരത്തെ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും പിന്നീട് പൂർണ്ണമായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഈ രണ്ട് രേഖകളും ഒന്നിച്ച് പരിശോധിച്ച് അതിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പൂർണ്ണമായ ചോദ്യം ചെയ്യൽ തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ട, അല്ലെങ്കിൽ ഈ മൊഴികൾ കൂടി രേഖപ്പെടുത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട CMRന്റെ ഉദ്യോഗസ്ഥരെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത കൂടി, ഡയറക്ടർമാരെ കൂടി വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 2,78,00,000 രൂപ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി വീണയുടെ എക്സാലോജിക് കമ്പനി വാങ്ങിയത് തന്നെയാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് നൽകിയത്, മറ്റേതെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ആ കാര്യങ്ങളിൽ ഇന്നത്തെ ചോദ്യം ചെയ്യലോടുകൂടി വ്യക്തത വരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സംശയങ്ങൾ ദൂരീകരിക്കുക, ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പുകമറകൾ നീക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നതുമായ. ശരി, എന്തായാലും മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.